വെൽക്കം ടു റീമീസ് കിച്ചൺ. ഞങ്ങൾ റീന ആൻഡ് സൗമി. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേരള ചിക്കൻ കറിയാണ്. ഓയിൽ ഒട്ടും ചേർക്കാതെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന തിക്ക് ഗ്രേവിയുള്ള ഒരു ചിക്കൻ കറി. റൊട്ടിക്കും റൈസിനും ഒരേപോലെ യോജിക്കുന്നതാണ്. ഈ ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 3 സവാള അരിഞ്ഞത്, 1.5 തക്കാളി, 8 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചത്. നമുക്ക് ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല. ഒരു അര കിലോ ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്നതാണ് 1/4 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. നമ്മളിത് ഇളക്കി കൊടുത്തു. ഇനി ഇത് കുക്കർ അടയ്ക്കുക. 5 വിസിൽ വരുന്നിടം വരെ വേവിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. ഇത് 1/2 കിലോ ചിക്കനുള്ള അരപ്പാണിത്. നമുക്കിനി ചിക്കൻ ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വേവിക്കാം. ഇപ്പോൾ ചിക്കൻ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെറുതെ ഒന്ന് മൂടി കൊടുക്കാം. അത് വെയിറ്റ് ഇടരുത്, അത് വേവട്ടെ. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 1 സ്പൂൺ വിനീഗർ ഒഴിച്ച് ഇളക്കി കൊടുക്കണം. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് വിനീഗർ ഒഴിക്കുന്നത്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി 3-4 വെളുത്തുള്ളി ചതച്ചതും, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും, 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വെക്കാം. നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതാണ്. ഇതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അധികം ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇതൊരു ടിപ്പാണ്, ഒരു 8 തണ്ട് കറിവേപ്പില ചതച്ചത് ചേർക്കണം. അപ്പോൾ ചിക്കൻ കഴിച്ചിട്ട് വയറിന് ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനും ചിക്കന് കളറ് വരാനും ഒക്കെ നല്ലതാണ്. ടേസ്റ്റും നല്ല ടേസ്റ്റ് വരും. ഇപ്പോൾ ഈ തേങ്ങാപ്പാലും ഒന്നും ചേർക്കാതെ ഇതിന് നല്ല ഗ്രേവിയും ഒക്കെ ഉണ്ട്. തക്കാളിയും സവാളയൊക്കെ വേവിച്ചിട്ടാണല്ലോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നല്ല ഗ്രേവി വന്നിട്ടുണ്ട്. ഇത് എണ്ണ ഒട്ടും ചേർക്കാത്ത ചിക്കൻ കറിയാണ്. എണ്ണ കഴിക്കാൻ പാടില്ലാത്തവർക്കും കഴിക്കാവുന്നതാണ്. എല്ലാവരും ഈ ചിക്കൻ കറി ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.